ഹായ് എവ്രി വൺ, ബിസിനസ് ബസ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഓർഡേഴ്സ് ഇൻ്റർനാഷണലി കൊറിയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ കുറേ പേർക്ക് സംശയമുള്ളൊരു കാര്യമാണിത്, എങ്ങനെയാണ് ഇൻ്റർനാഷണലി കൊറിയേഴ്സ് അയക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട്. നിങ്ങൾ ഇന്ത്യയിലൊക്കെ ചിലപ്പോൾ ഓർഡേഴ്സ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടാവും, പക്ഷേ പുറമേക്ക് ഉള്ള ഒരു എൻക്വയറി കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് വരുമ്പോൾ നമുക്കൊരു ഭയമായിരിക്കും. എങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് ടൈം എങ്ങനെയാണ് അയക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് വരിക, എന്തെങ്കിലും പിന്നീട് ബുദ്ധിമുട്ടാവോ എന്നുള്ളൊരു ഭയം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതൊക്കെ ഒന്ന് ഏകദേശം കവർ ചെയ്യുന്ന രീതി തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും എനിക്ക് തോന്നുന്നു മെയിൻ ക്രൂഷ്യൽ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറി തന്നെയാണ്. അതാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് വരുന്നത് ക്ലോത്തിങ് ആണ്, അല്ലെങ്കിൽ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, എംബ്രോയിഡറി പ്രൊഡക്ട്സ് ആണ്, എന്തെങ്കിലും ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ആണ്, പേപ്പർ വർക്കാണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റീവ്ലി ഈസിയാണ്. കാരണം അങ്ങനെയുള്ള പ്രൊഡക്ട്സിനൊന്നും പ്രത്യേകിച്ച് ലൈസൻസസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമ തടസ്സങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള പ്രൊഡക്ട്സ് വിൽക്കാനായിട്ട് എളുപ്പമാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള പ്രൊഡക്ട്സിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമുക്കത് പാക്ക് ചെയ്തെടുത്താലും അത് കേടുവരുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഡറിൻ്റെ കൂടെയുള്ള മറ്റ് കൺസൈൻമെൻറ്റുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യപൂർവ്വം അത് അയക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇനി അതല്ല, ഇൻ കേസ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇനി എന്തെങ്കിലും ഫുഡ് ഐറ്റം ആണ് അല്ലെങ്കിൽ കോസ്മെറ്റിക് കാറ്റഗറിയിൽ വരുന്നൊക്കെ പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ലീഗലി നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. എസ്പെഷ്യലി നമ്മൾ ബൾക്കായിട്ടാണ് ഓർഡേഴ്സ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഇൻ്റർനാഷണലി എങ്ങനെ നമ്മളിത് കൊറിയർ അയക്കും എന്നുള്ളതാണ് നിങ്ങളുടെ സംശയം എന്നുണ്ടെങ്കിൽ, നമ്മൾ സാധാരണഗതിയിൽ ഓരോ കൊറിയേഴ്സിനെ സമീപിക്കാറുണ്ടല്ലോ. അതേപോലെ തന്നെ ഇന്ത്യ പോസ്റ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള കൊറിയർ സർവീസുകൾ, DTDCയോ അല്ലെങ്കിൽ DHLO ഫെഡെക്സോ അങ്ങനെയൊക്കെയുള്ള കൊറിയർ പാർട്ട്നേഴ്സിനെ നമ്മൾ സമീപിക്കുമ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറയുകയാണ് നമുക്ക് ഇൻ്റർനാഷണലി ഓർഡേഴ്സ് ഉണ്ട്, അപ്പം അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചിലവ് വരിക എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുകയാണ്. അതായത് നിങ്ങൾക്കിപ്പം UK എന്നാണ് ഒരു എൻക്വയറി വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇത്ര ആയിരിക്കും ആ ഒരു പാക്കേജിൻ്റെ ഡയമെൻഷൻസ് വരിക. അതായത് ഹൈറ്റും വിഡ്ത്തൊക്കെ ഏകദേശം ഇത്രയായിരിക്കും വരിക ആ ഒരു ബോക്സിൻ്റെ. പിന്നെ മാത്രമല്ല ഇത്രയായിരിക്കും വെയിറ്റ് വരിക. അപ്പോൾ ഇത്രയും ഇങ്ങനെ ഉള്ള ഒരു പാക്കേജ് UK അയക്കാനായിട്ട് നമുക്ക് എത്ര ചിലവ് വരും എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് പലരുടെ അടുത്തുനിന്നും കൊട്ടേഷൻസ് എടുക്കുക. അതായത് ഇന്ത്യ പോസ്റ്റ് വഴി അന്വേഷിക്കുക. ഇന്ത്യ പോസ്റ്റിൽ തന്നെ അതായത് പല രീതിയിൽ ഇത് അയക്കാനായിട്ട് പറ്റും ഇൻ്റർനാഷണലി. അപ്പോൾ നമുക്ക് ദിവസങ്ങൾ എടുത്തുകൊണ്ട്, അതായത് ഒരു 20-25 ദിവസങ്ങളോളം എടുത്തുകൊണ്ട് കുറച്ച് ലോങ് ആയിട്ട് തന്നെ, എന്നാൽ ഇത് അയക്കാനുള്ള ഡെലിവറി ചാർജസ് ലോവർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അയക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതും അന്വേഷിക്കുക. അങ്ങനെ ഫാസ്റ്റർ ഡെലിവറിക്ക് എങ്ങനെയാണ് റേറ്റ് വരുന്നത് എന്നുള്ളതും നമുക്ക് അന്വേഷിക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പല കൊറിയർ സർവീസുകളെയും സമീപിച്ച് അവരുടെ അടുത്തുനിന്ന് കൊട്ടേഷൻസ് എടുത്തിട്ട് ഏതാണോ ബെസ്റ്റ് എന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ആ ഒരു കൊറിയർ ചാർജ് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അയക്കാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 2 kg പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാക്കേജിങ് വെയിറ്റ് നമ്മളൊരു അപ്രോക്സിമേറ്റ് എടുക്കണം. അതായത് നിങ്ങൾ എന്തിലാണോ അത് പാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാലും എന്തൊക്കെ പാക്കേജിങ് മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം വെയിറ്റ് സെപ്പറേറ്റ് എടുത്തിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ കൊറിയർ സർവീസുകളുടെ അടുത്തുനിന്ന് കൊട്ടേഷൻസ് എടുക്കാനായിട്ട്. അല്ലാതെ 2 കിലോൻ്റെ ഓർഡർ അയക്കാനായിട്ട് 2 കിലോ തന്നെ നിങ്ങൾ കൊട്ടേഷൻ എടുക്കരുത്. എന്നിട്ട് അതിൻ്റെ പ്രൈസ് മാത്രം നിങ്ങൾ കസ്റ്റമറിൻ്റെ അടുത്തുനിന്ന് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഇൻ്റർനാഷണൽ ഓർഡേഴ്സ് അയക്കുമ്പോൾ നമ്മൾ പാക്കേജിങ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിൽ കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ളതാണ്. അതായത് നമുക്കൊരു ഓർഡർ അയക്കാനുണ്ട്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ് വരുന്നത് 2 കിലോ ആണെന്ന് വിചാരിക്കാം. ആ ഒരു 2 കിലോയുടെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടൊരു 1/2 കിലോ കൂടി അഡീഷണലി നമുക്ക് പാക്കേജിങ് മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ടി വരികയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് കൊട്ടേഷൻ എടുക്കുക. അതിനുശേഷം കസ്റ്റമറിനായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ആ കൊറിയർ അയക്കുന്ന രീതിക്ക് നിങ്ങൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. നമ്മളൊരു കോംപ്രമൈസ് ഈ ഒരു പാക്കേജിങ് മെറ്റീരിയലിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് അൾട്ടിമേറ്റ്ലി, കാരണം ഇത്രയും ദൂരം അത് പോവേണ്ടതാണ്, അപ്പം അത് അവരുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേനും അത് എന്തെങ്കിലുമൊക്കെ ഡാമേജ് ആയിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രാൻഡിനും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ട്സിനെയും കംപ്ലീറ്റ്ലി ആ ഒരു ഇമേജിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഓർഡേഴ്സ് ഫുൾഫിൽ ചെയ്തിട്ടും നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. എനിക്കൊരു 2 kg ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ പ്രൊഡക്റ്റ് ഒരു ലിക്വിഡ് സ്റ്റേജിലുള്ള ആ ഒരു പ്രൊഡക്റ്റിനാണ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്കത് കൊറിയർ അയക്കുന്ന സമയത്ത് ഞാൻ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു, ഇത്രയാണ് ഇതിൻ്റെ വെയിറ്റ് വരിക, കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ അതിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ മാതിരി റിയലൈസ് ചെയ്ത് പാക്ക് ചെയ്ത് വന്നപ്പോഴത്തേനും വെയിറ്റ് വിചാരിച്ചതിലും അധികമായി. അപ്പം നമ്മളെടുത്തുനിന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു എമൗണ്ടിനേക്കാളും അധികമായി. പിന്നെ അടുത്ത സ്ലാബിക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അഡീഷണലി പിന്നെയും ചാർജസ് ഒരു വലിയൊരു എമൗണ്ട് തന്നെ അടക്കേണ്ടതായിട്ട് വരികയാണ് ഷിപ്പിങ്ങിനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു, ഈ പാക്കേജിങ് മെറ്റീരിയൽസ് കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് ഇത്രയും വെയിറ്റ് വരുന്നുണ്ട്, അപ്പം കൊറിയർ ചാർജസും അതിനനുസരിച്ച് കൂടും എന്നുള്ളത് ഞാൻ കസ്റ്റമറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ അവർ എന്തോ വില്ലിങ് ആയില്ല ആ സമയത്ത്. ഡെലിവറി ചാർജസ് എക്സ്ട്രാ പേ ചെയ്യുന്നതിനോട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളത് ആ പ്രൊഡക്റ്റ് അങ്ങനെ തന്നെ അയച്ചു. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ എത്തിയപ്പോഴത്തേനും പ്രൊഡക്റ്റ് ലീക്കായിട്ടുണ്ടായിരുന്നു, ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. 2 കണ്ടെയ്നേഴ്സിലായിട്ടാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊരെണ്ണം കംപ്ലീറ്റ്ലി ഡാമേജ് ആയി, ഒരെണ്ണം അവർക്ക് ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗത്തോളം റീകവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഇത്രയും ഭാഗം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ലാതെ അതിലുപരിയായിട്ട് മറ്റൊരു നഷ്ടം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊഡക്റ്റ് ലീക്കായല്ലോ. അപ്പോൾ അവിടുത്തെ ഓഫീസിൽ നിന്ന് എൻ്റെ കസ്റ്റമറെ അവർ കോണ്ടാക്ട് ചെയ്തു. അവരോട് നേരിട്ട് ഹാജരാവാൻ പറഞ്ഞു. അങ്ങനെ അവർ ചെന്നപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഡാമേജ് ആയതുകൊണ്ട് തന്നെ അത്രയും, അതായത് ഏകദേശം ഈ ഒരു 2 kg പ്രൊഡക്റ്റും പിന്നെ ഡെലിവറി ചാർജസ് അടക്കം 20,000 രൂപയോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം അത്രയും എമൗണ്ട് തന്നെ അവർക്ക് അവിടെ അത് ഫൈനായിട്ട് കെട്ടേണ്ടി വന്നു. എങ്കിൽ മാത്രമേ ആ ഒരു പ്രൊഡക്റ്റ് റിട്രീവ് ചെയ്ത് അവർക്ക് പോരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്രയും എമൗണ്ട് അവർ അടച്ചതിന് ശേഷമാണ് അവർക്കത് കിട്ടിയത്. മറ്റൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ നേരത്തെയും ഞാൻ UK-ക്കും അല്ലെങ്കിൽ US-ക്കൊക്കെ കൺസൈൻമെൻറ്റ്സ് അയച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ മാതിരി 2 kg ഒരു ബിലോ 5 kg അകത്ത് വരുന്ന കൺസൈൻമെൻറ്റ്സ് ആണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് ബൾക്കായിട്ടുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 20 kg ഓർഡർ വന്നിരുന്നു. അപ്പോൾ അത് ഓർഡർ വന്നപ്പോൾ ആ കസ്റ്റമർ പറഞ്ഞിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരത് നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം അവർ ബിസിനസ് ക്ലാസ് ടിക്കറ്റിലാണ് വരുന്നത്. അപ്പം തീർച്ചയായിട്ടും അവർക്ക് കുറച്ചും കൂടി അധികം വെയിറ്റ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ അവരുടെ ഒരു ലഗേജിൻ്റെ രീതിയിലാണ് അത് കൊണ്ടുപോകുന്നത് എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്ട്സ് തയ്യാറാക്കി വെച്ചു. പിന്നെയാണ് കോവിഡിൻ്റെ പ്രശ്നം ഒന്നുകൂടി രൂക്ഷമായപ്പോൾ അവർ പിന്നെ വരുന്നത് നീട്ടിവെച്ചു. അങ്ങനെ ആ ഒരു കൺസൈൻമെൻറ്റ് അവർ നമ്മുടെ ഇപ്പോൾ ഈ അയക്കുന്ന പോലെ തന്നെ സാധാരണ രീതിയിൽ നമ്മൾ കൺസൈൻമെൻറ്റ് അയക്കുന്ന പോലെ അയക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഡെലിവറി ചാർജസും കാര്യങ്ങളെല്ലാം അന്വേഷിച്ചപ്പോൾ നമുക്ക് ലീഗലി ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രൊഡക്ട്സ് കോസ്മെറ്റിക് കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്കതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡർ 20 കിലോയും നമുക്ക് ഒരൊറ്റ കൺസൈൻമെൻ്റ് ആയിട്ടായിരുന്നു അയക്കേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ലീഗൽ ഡോക്യുമെൻറ്റ്സും എല്ലാം അവർ ആവശ്യപ്പെടാനുള്ളൊരു കാരണം ഉണ്ടായിരുന്നത്. പിന്നെ ഇതേ നമ്മൾ കൊറിയർ സർവീസിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഈ ഒരു 20 കിലോ ഉള്ളത് 5 കിലോസ് ആയിട്ട് നമ്മൾ 4 കൺസൈൻമെൻറ്റ് ആക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അയക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നന്നാവുക എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം എൻ്റെ ഈ ഒരു കസ്റ്റമറിൻ്റെ മറ്റാരോ, അതായത് ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരോ നാട്ടിൽ വന്നപ്പോൾ അവർ തന്നെ അത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ വലിയ രീതിയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, ലീഗലി ബൈൻഡ് ആവുന്ന ഡോക്യുമെൻറ്റ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ടാവും. അതല്ലാത്ത പക്ഷം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറിക്ക് അനുസരിച്ച് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ നിങ്ങളത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൊറിയർ പാർട്ട്ണറായിട്ട് സംസാരിക്കണം. ഇന്നതാണ് പ്രൊഡക്റ്റ്, ഇത്രയാണ് kgs വരുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിലവിൽ ഞാൻ ഇൻ്റർനാഷണൽ ഓർഡേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് അവരുടെ താല്പര്യപ്രകാരം മുന്നോട്ട് വരുമ്പോൾ മാത്രമാണ്. അതായത് എനിക്ക് ഇത്രയാണ് ഷിപ്പിംഗ് ചാർജസ് നിങ്ങളുടെ ഓർഡറിന് വരിക എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ഓർഡർ വരുമ്പോൾ മാത്രമേ ഞാനത് അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. അതല്ലാതെ ഫ്ലാറ്റ് ഇത്ര റുപ്പീസാണ് നമ്മുടെ ഡെലിവറി ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഇൻ്റർനാഷണൽ ഓർഡേഴ്സ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാറില്ല. അതിൻ്റെ മെയിൻ റീസൺ ഈ ഒരു ഷിപ്പിംഗ് ചാർജസിലുള്ള വ്യത്യാസം വെയിറ്റിനനുസരിച്ച് വരും എന്നുള്ളത് മാത്രമല്ല, ഓരോ സമയങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ഷിപ്പിംഗ് ചാർജസ് അധികമാവാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഒരു വലിയൊരു റിസ്ക്കാണ്. അതുകൊണ്ടാണ് ഞാനതിന് അറ്റംപ്റ്റ് ചെയ്യാത്തത്.
നിങ്ങളുടെ ഓർഡേഴ്സ് എങ്ങനെയാണ് സേഫ്ലി പാക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ-കാർഡിൽ കൊടുക്കാം. വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്, എസ്പെഷ്യലി നിങ്ങൾ ഇൻ്റർനാഷണലൊക്കെ ഓർഡേഴ്സ് അയക്കാൻ താല്പര്യപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ പറയാനായിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.